സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ ആ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഫാളിംഗ് ഡൗൺ ടെൻഡൻസി ഉണ്ടാവും. ഒരു എഴുത്ത് ഒരു പക്ഷേ നമ്മുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് അനലിസ്റ്റിന്റെ മുന്നിലാണ് എഴുതി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹാൻഡ് റൈറ്റിംഗ് അനലിസ്റ്റിനാണ്. അതായത് നമ്മുടെ കയ്യക്ഷരവും നമ്മുടെ മാനസികാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ശ്രീ ബഷീർ കെ പൂക്കോട്ടൂരാണ് നമ്മുടെ അതിഥി. ഹാൻഡ് റൈറ്റിംഗ് അനലിസ്റ്റ് ആണ്, ഗ്രാഫോ അനലിറ്റിക്കൽ തെറാപ്പിസ്റ്റ് ആണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജി അധ്യാപകനാണ്. കായംകുളത്തുള്ള കിറ്റ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. ഈ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ്, അതായത് ഒരാളുടെ കയ്യക്ഷരവും അയാളുടെ മാനസികാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഈ ഗ്രാഫോളജി സയൻസ് അനുസരിച്ച്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യക്ഷരങ്ങൾ നോക്കിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് എന്ന് പറയുന്നുണ്ട്. സൂയിസൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നോട്ട് എഴുതുന്ന ആളുകളുണ്ട്, ആത്മഹത്യാ കുറിപ്പുകൾ എഴുതുന്നവർ. പോലീസുകാർ ആ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസിലൂടെ അത് ആ സമയത്തുള്ള മാനസികാവസ്ഥയിൽ എഴുതിയതാണോ, ആരെങ്കിലും കെട്ടി തൂക്കിയിട്ടുള്ള എഴുതിയതാണോ എന്നൊക്കെ അതിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്? ഈ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ ഹാൻഡ് റൈറ്റിങ്ങും അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥയും ബന്ധമുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? തീർച്ചയായിട്ടും ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് എന്ന് പറയുന്നത് കയ്യക്ഷരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മളെ കൈകളിലൂടെ നമ്മളുടെ പേപ്പറിലേക്ക് അത് പകർത്തുമ്പോൾ ഒരു ന്യൂറോ മസ്കുലർ മൂവ്മെൻറ്റ്സ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന രീതികളെ, ഈ മസ്തിഷ്കത്തിൻ്റെ ചിന്താ പാറ്റേണുകൾ, തിങ്കിങ് പാറ്റേണുകളെ, അതോടൊപ്പം തന്നെ ബിഹേവിയറിനെ, ഹെൽത്ത് ആസ്പെക്റ്റിനെ വരെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 ടൂളാണ് ഗ്രാഫോ അനലിറ്റിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. നമ്മളെ ഇന്ത്യയിൽ എന്നല്ല, വിദേശത്താണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കപ്പെടുന്നത്. എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത്? അവിടെ സംഭവിക്കുന്ന ചിലപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഒരു അക്ഷരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ കള്ളം പറയുന്നുണ്ടോ എന്ന് ഒരു പ്രത്യേക ട്രെയ്റ്റ്, അതായത് ഒരു സ്ട്രോക്കിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ ആ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഫാളിംഗ് ഡൗൺ ടെൻഡൻസി ഉണ്ടാവും. അത് ലൈൻ കോർഡിനേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈൻ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇത് എഴുതുമ്പോൾ അത് താഴോട്ട് ഒരു പ്രത്യേക ഭാഗത്തോട്ട് ചരിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇദ്ദേഹത്തിന് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ക്ലയൻസിനെ, നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ, നമ്മുടെ മാനസികാവസ്ഥ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ HR ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരാളെ ഒരു പാർട്ട്ണറായിട്ട് സ്വീകരിക്കുന്നു, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ബിസിനസ് പാർട്ട്ണറെ വേണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ വളരെയധികം അലംഭാവം, സമയമെടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുത്തിട്ട് ഒരു കാര്യത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഒരു ആക്ഷൻ ടേക്കർ ആണോ അല്ലേ എന്ന് തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിങ്കിങ് പാറ്റേൺ അനലൈസ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം പ്രോസസ്സുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ, അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ, അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ അവസ്ഥകളെല്ലാം ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനും പുറമെ എക്സ്പ്രഷൻ കോഷ്യന്റ്, ഒരാളുടെ റൈറ്റിങ്ങിന്റെ സ്ലാൻഡ് വെച്ചിട്ട്, അതായത് ചരിവ്, അത് എത്രമാത്രം ചരിഞ്ഞു നിൽക്കുന്നു എന്നതിനനുസരിച്ച് ഒരാളുടെ എക്സ്പ്രഷൻ കോഷ്യന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരാൾ എക്സ്പ്രസീവ് ആണോ, അദ്ദേഹത്തിന് തീരുമാനം എടുക്കുന്നതിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ട്രേറ്റ്സ് നമുക്ക് ഇതിന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസിലൂടെ ഒരാളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എങ്ങനെ പറ്റുന്നത്? തീർച്ചയായിട്ടും ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരാളുടെ മനസ്സിനെ എംപവർ ചെയ്യാണ്. മനസ്സിനെ എംപവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ടോട്ടലി ബാലൻസ്ഡ് ആവുകയാണ്. അപ്പോൾ അയാളുടെ ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഡിസപ്പിയർ ആയി പോകുന്നതാണ് നമ്മളുടെ അനുഭവം. എനിക്ക് മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ കാര്യം, അദ്ദേഹം ഒരു ഇഷ്യൂ കൊണ്ട് വന്നതായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു 30 days കമ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വളരെയധികം റെസിസ്റ്റൻസ് ആണ് അയാൾ പ്രകടിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം ഈ റെസിസ്റ്റൻസിനെ മറികടന്നു എന്നുള്ളതാണ്. ഒരു 30 days കമ്മിറ്റഡ് ആയിട്ട് ഗ്രാഫോ അനലിറ്റിക്കൽ തെറാപ്പി ചെയ്തപ്പോൾ, അതായത് ചില സ്ട്രോക്കുകൾ പ്രത്യേകിച്ച് അവർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാണ്, റൈറ്റിങ്ങിലൂടെ പ്രാക്ടീസ് ചെയ്യാണ്.
അതിന് ഈ റെസിസ്റ്റൻസിനെയും മറികടന്നു. ഓവറോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആയിട്ട് വർക്കിംഗ് എൻവയോൺമെന്റിൽ മെച്ചപ്പെട്ടു എന്നുള്ള ഒരു ഭയങ്കര സന്തോഷമാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ ഒരു കോച്ച് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പ്രോസസ്സാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ കരിയർ ലൈഫിൽ അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷനിൽ ഇതിലൊക്കെ എങ്ങനെയാണ് ഈ ഗ്രാഫോളജി അല്ലെങ്കിൽ ഈ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് വെച്ചിട്ട് അയാൾക്ക് സെൽഫ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ അയാൾക്ക് എങ്ങനെ പറ്റുക? തീർച്ചയായിട്ടും അത് അതായത് ഇപ്പോൾ ഒരാളുടെ ഓർഗനൈസേഷണൽ സ്കില്ല് എങ്ങനെയുണ്ട് എന്നറിയാൻ, ഒരാളുടെ ലീഡർഷിപ്പ് സ്കിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ, ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയെന്ന് അറിയാൻ, ഇത്തരം ഒരുപാട് ട്രെയ്റ്റ്സ് ഹാൻഡ് റൈറ്റിങ്ങിലൂടെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ എവിടെയാണോ അദ്ദേഹത്തിൻ്റെ ഡെഫിഷ്യൻസി, കുറവ് എവിടെയാണെന്നുള്ളത് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനെ നികത്തണമെന്ന് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോൺഷ്യസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ ഇതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓർഗനൈസേഷൻ സ്കില്ല് ഇല്ല എങ്കിൽ ചില ഒരു പ്രത്യേക സ്ട്രോക്കുകളുണ്ട്, അതിനെ നിരന്തരം പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ പൊതുവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നത്തെ ഫോക്കസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ്, അതായത് മനസ്സിനെ എംപവർ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ ട്രെയ്റ്റ്സും ഡെവലപ്പ് ചെയ്യാനും നർച്ചർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഒരിക്കലും നമ്മളൊക്കെ പൊതുവേ ഉള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു എമർജൻസി വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടും. കാരണം എന്തായാലും അത് ഫിക്സ് ചെയ്തേ പറ്റൂ, വണ്ടി വഴിയിൽ ബ്ലോക്കായി, എന്തായാലും അതിന് ഫിക്സ് ചെയ്തേ പറ്റൂ. പക്ഷേ ഒരു പ്രോബ്ലം കഴിയുമ്പോൾ തൊട്ടടുത്ത് വേറൊരു പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്ത് പോകും. ഇതിനപ്പുറത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് അവിടെ നമ്മൾ മിസ്സിങ് ആണ്. കാരണം നമ്മളൊരു റുട്ടീനായിട്ട് നമ്മൾ ഹെൽത്ത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ചെക്ക് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നത് ഒരു രീതിയിൽ, അതായത് വരാൻ പോകുന്ന പ്രശ്നത്തെയും കൂടെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന് പ്രശ്നം ഇല്ലാത്ത രീതിയിൽ നമ്മളെ ലൈഫിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഭാഗത്താണ് ഗ്രാഫോളജി ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലത്തെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, എംപവറിങ് ദ മൈൻഡാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ക്രക്സ്. ശരി. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരാളെ അവിടുത്തെ HR വേണമെങ്കിൽ അയാളുടെ ഒരു എഴുത്തിലൂടെ അയാളുടെ സ്കില്ല്, ഈ ജോലിക്ക് അയാൾ ആപ്റ്റ് ആണോ എന്ന് വരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ NLP ടെക്നിക്കോ മറ്റുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാളുടെ മൂഡ് നോക്കണം, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയുടെ ഇത് സ്റ്റാറ്റസ് കണക്കാക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഇത് നമ്മളെ മുമ്പിലുള്ള ഒരു സബ് കോൺഷ്യസിന്റെ പ്രിന്റാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാൾ പോലും അറിയാതെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വരുന്ന ഒരാളെ നേരത്തെ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടിയും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഒരു ഇന്റർവ്യൂ ബോർഡിനെ സംബന്ധിച്ച്. വളരെ കുറഞ്ഞ സമയമാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് ശ്രീ ബഷീർ കെ പൂക്കോട്ടൂർ നമുക്ക് ഷെയർ ചെയ്തത്. അതായത് നമ്മുടെ ഒരു എഴുത്ത് ഒരു പക്ഷേ നമ്മുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് അനലിസ്റ്റിന്റെ മുന്നിലാണ് എഴുതി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ അറിയാതെ പറഞ്ഞു പോവുകയാണ്, എക്സ്പോസ് ചെയ്യും. പക്ഷെ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ കറക്ഷന് വേണ്ടിയിട്ട് നമ്മളെ എഴുത്തിനെ നമുക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാറല്ലേ? തീർച്ചയായിട്ടും നമുക്ക് തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയറിലും നമ്മുടെ പ്രൊഫഷനിലും ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് അല്ലെങ്കിൽ ഗ്രാഫോളജി നമുക്ക് പറഞ്ഞു വരുന്നത്. താങ്ക് യു.